അതൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയോ? ആക്ച്വലി ചില സമയത്ത് ഓഫ് കോഴ്സ് നമ്മുടെ നാട്ടിലെ ഫ്യൂവല് ഇത്തരം വണ്ടികൾ കൊണ്ടുവരുമ്പോൾ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ട്രക്സിൽ അവർ വരുന്നത്. ഈ ഒരു എഞ്ചിൻ കോമ്പിനേഷൻ കൊണ്ടുവരുന്നത്. ഉദാഹരണം പോലീസുകാരാണ് നമ്മൾ ആദ്യം പിടിച്ചത്. അപ്പോൾ എവിടെ നമ്പർ പ്ലേറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫോർച്യൂണർ പോകുന്നു. ഞാൻ പറയാനുള്ളൊരു ഡയലോഗ് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ അത് പ്രശ്നമാകും. ഇനിയും ഒരു വാഹനം സ്വന്തമാക്കണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതിലോട്ട് പോകാനാണ് ആഗ്രഹം? ലൈഫ് സ്റ്റൈൽ വാഹനങ്ങൾ നമ്മുടെ നാട്ടിലൊരു ട്രെൻഡായി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. റീസെൻ്റ്ലി നമ്മുടെ ടൊയോട്ടയുടെ ഹൈലക്സ് നമ്മുടെ നാട്ടിൽ വിൽക്കാനുള്ള അനുമതിയൊക്കെ കിട്ടിയതിന് ശേഷം അതും കുറേ നമ്മുടെ റോഡ്സിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നേരത്തെ തന്നെ നമ്മുടെ ഇസുസു D-Max V-Cross നമ്മുടെ നാട്ടിലൊരു ലൈഫ് സ്റ്റൈൽ വാഹനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ അതൊരു കോമൺ ആയിട്ട് കാണപ്പെടുന്ന വണ്ടികളാണ്. ട്രക്കുകളൊക്കെ കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒന്നായിരുന്നു. അമേരിക്കൻ കൺട്രീസിലൊക്കെ ആയിരുന്നു, പിന്നീട് നമ്മുടെ GCC കൺട്രീസിലും അതൊരു കോമൺ കാഴ്ചയായിട്ട് മാറി. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിൽ പല വണ്ടികളും നമ്മൾ UAE-ന്ന് കാർണേ വഴിയൊക്കെ ഇമ്പോർട്ട് ചെയ്ത് നാട്ടിൽ കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, പലരും ഇങ്ങനൊരു വണ്ടിയെപ്പറ്റി അറിവുണ്ടായിരിക്കില്ല. അപ്പം അതിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇത് ഷെവർലെ സിൽവറാഡോ. ഷെവർലെ സിൽവറാഡോയെ പറ്റി പറയുമ്പോൾ US-ലൊക്കെയും നമ്മുടെ GCC കൺട്രീസിലൊക്കെയും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന വണ്ടി ആയിരിക്കാം. കാരണം എല്ലാ ബ്രാൻഡ്സും നമ്മുടെ നാട്ടിൽ ഓരോ ബ്രാൻഡ്സും അവരുടെ SUVs ഒക്കെ ഇറക്കി കൊണ്ടുവന്നു. ബൈക്സ് ആണെങ്കിൽ അവരുടെ അഡ്വഞ്ചർ ബൈക്സ് ഒക്കെ പ്രദർശിപ്പിക്കുന്നത് പോലെ എല്ലാ ബ്രാൻഡ്സിനും ഉള്ള ഒരു വേരിയൻ്റാണ് ഇതുപോലത്തെ ട്രക്കുകൾ എന്നുള്ളത്. GMCയുടെ ട്രക്കുകൾ, അതുപോലെ നമ്മുടെ ഫോർഡിൻ്റെ റാപ്റ്റർ F-150 ട്രക്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ വളരെ സുപരിചിതമായിട്ട് പലർക്കും നമ്മുടെ നാട്ടിലും എല്ലാവർക്കും അറിയാവുന്നൊരു വണ്ടിയാണ്. ആ ഫോർഡ് F-150യുടെ ഒരു പക്ക കോമ്പറ്റേറ്ററാണ് നമ്മുടെ ഷെവർലെ സിൽവറാഡോ എന്ന് പറയുന്നത്. എല്ലാം അമേരിക്കൻ വാഹന നിർമ്മാതാക്കളാണ്. അതിൻ്റെ എൻജിൻ്റെ സൈസൊക്കെ വളരെ ബിഗ് സൈസ് എൻജിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ എൻജിൻ ഓപ്ഷൻസ് ആണ്. V4, V6, V8 അങ്ങനെ കുറേ എൻജിൻ ഓപ്ഷൻസ് വരുന്നുണ്ട്. 3 ലിറ്റർ, 4 ലിറ്റർ, 5 ലിറ്റർ, 6 ലിറ്റർ വരെയുള്ള ട്രക്കുകൾ, ഇത്തരം ട്രക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 2022 മോഡൽ ഷെവർലെ സിൽവറാഡോ ആണ്. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഈ വണ്ടി ഓൺ ചെയ്യുന്നതിൻ്റെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നാട്ടിൽ കൊണ്ടുവന്നതിൻ്റെ എക്സ്പീരിയൻസ്, ഇത്തരം വണ്ടികൾ അവിടെ ട്രെൻഡായത് അത് എങ്ങനെ എന്തുമാത്രം യൂസ്ഫുൾ ആകും, ജസ്റ്റ് ഒരു ലെഷർ ഡ്രൈവിനായിട്ട്, ചെറിയ ഡെസേർട്ട് ഡ്രൈവിനായിട്ടൊക്കെ യൂസ് ചെയ്യാറുള്ളൂ, അതോ ഡെയിലി പർപ്പസിന് ഇത് മീറ്റ് ചെയ്യാറുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് സംസാരിക്കാം. പിന്നീട് വണ്ടിയുടെ മറ്റ് കാര്യങ്ങൾ, കാരണം ഇത്രയും വലിയൊരു വണ്ടി ഞാൻ സ്ട്രെയിറ്റ് നിന്നാൽ തന്നെ കണ്ടോ വണ്ടിയുടെ വലുപ്പം എൻ്റെ ഷോൾഡറിൻ്റെ കട്ടിൽ ഹൈറ്റിലാണ് അതിൻ്റെ ബോണറ്റ് ഉയർന്നിരിക്കുന്നത്. എൻ്റെ ഏകദേശം ഹാഫോളം സൈസിൽ എൻ്റെ ടയർ സൈസ് വരുന്നുണ്ട്. അത്ര ജൈൻറ്റ് സൈസായിട്ടുള്ള ഒരു ബിഗ് മോൺസ്റ്റർ ട്രക്ക് എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റും. അത്രയൊരു ട്രക്കിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഇതിൻ്റെ യൂസറിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ സിൽവറാഡോയുടെ ഓണർ, അനീഷ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ഇൻഫിനിറ്റി ഗ്രൂപ്പ് ദുബായിയുടെ ചെയർമാനാണ്, അതായത് അവിടെ ബിസിനസ്സൊക്കെ റൺ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുതിയ വീട് വെച്ചതിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സിൽവറാഡോ നാട്ടിലെത്തിയിരിക്കുന്നത്. 1 month ആയിട്ടുണ്ട് അല്ലേ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്? ലാസ്റ്റ് December 16 അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ വണ്ടിയൊക്കെ ഒന്ന് കാണാൻ പറ്റി. എങ്കിലും അധികം പോപ്പുലർ മീൻസ് വണ്ടി അധികം വീഡിയോസിലും അങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇല്ല ആക്ച്വലി ഇവിടെ അധികം ട്രെൻഡ് ആയിട്ടില്ല. ഞാൻ അധികം ബ്ലോഗേഴ്സുമായിട്ട് അങ്ങനെ കണക്റ്റഡ് അല്ല. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടില്ല. ഏതായാലും ഇപ്പം വണ്ടി ഉടനെ തന്നെ തിരിച്ചു പോവാണ്. അതിന് മുന്നേ നമുക്ക് വീഡിയോ ഒന്ന് ചെയ്യാൻ പറ്റി. അപ്പോൾ വണ്ടിയെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. കുറേ വണ്ടികൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ അവിടെ. ഏതായാലും എല്ലാ ബ്രാൻഡും ഉണ്ട്. അപ്പം അതിൽ ഈ ബ്രാൻഡ് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? റീസെന്റ് വാങ്ങിച്ച വണ്ടി ഇതാണോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്? ലാസ്റ്റ് അല്ല, ഇത് കഴിഞ്ഞ് ഞങ്ങൾ കുറെ വേറെ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 22 മോഡലാണ്. 2022 ഒരു വർഷം പഴക്കം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം എന്തുകൊണ്ട് ഒരു ലൈഫ് സ്റ്റൈൽ വാഹനങ്ങൾ സ്വന്തമാക്കണമെന്ന് തോന്നി? നമ്മുടെ നാട്ടിൽ അതൊരു ട്രെൻഡിങ് അല്ല. അവിടെ എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു മാർക്കറ്റും അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂസും പർപ്പസും മീറ്റ് ചെയ്യാൻ പറ്റാറുണ്ടോ? അതിനെ പറ്റിയുള്ള എങ്ങനെ ചൂസ് ചെയ്ത് ഈ ഒരു വണ്ടിയിലോട്ട്? ദുബായിൽ ആക്ച്വലി നമുക്കൊരു വീക്കെൻഡ് അല്ലെങ്കിൽ ഒരു ഔട്ട്ഡോർ അങ്ങനെയുള്ള ഒരു പർപ്പസിനാണ് നമ്മൾ ഇങ്ങനത്തെ പിക്കപ്പ് എടുക്കാറുള്ളത്. അതും ഡെസേർട്ടിൽ നമ്മൾ അധികം പോയില്ലേലും ഇതൊരു സ്റ്റൈലാണ് അവിടെ. നമുക്കൊരു വീക്കെൻഡ്സിൽ ഒരു
വണ്ടി എടുത്തിട്ട് ചെറിയൊരു ഫാമിലിയൊക്കെ ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ ഒരു ബാർബക്യൂ ഒക്കെ അവിടുത്തെ ഒരു കോമൺ ആണ് ഈ വിന്റർ സൈസ്. അപ്പം നമ്മൾ യൂഷ്വലി എന്നാൽ ഈ വണ്ടി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ബീച്ച് സൈഡിലോ എവിടെയെങ്കിലും. അപ്പോൾ നമ്മുടെ ലാൻഡ് ക്രൂസറും നിസാൻ പെട്രോളും ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോഴും അതിലൊക്കെ ഒരു ഔട്ട്ഡോർ ഒരു ആക്ടിവിറ്റീസിന് പോകുമ്പോൾ നമ്മളിങ്ങനത്തെ പിക്കപ്പ്സ് ആണ്. അവിടെ എല്ലാ ആൾക്കാരുടെ കയ്യിലുണ്ട്. എല്ലാവരും അല്ല പറഞ്ഞത്, മീൻസ് അത്യാവശ്യം ലോക്കൽസും ഇന്ത്യൻസൊക്കെ ഒരു 10 to 20% ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷെ നോർമലി ലോക്കൽസ് ആൻഡ് അമേരിക്കൻസും യൂറോപ്യൻസും ഒക്കെയാണ് ഇത് അവരുടെ അത് മസ്റ്റാണ് ഈ സാധനം. ഓക്കെ. അപ്പം ഷെവർലെ എന്നുള്ള ബ്രാൻഡ് തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? മറ്റേ F-150 ഫോർഡിന്റെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, റാം GMCയുടെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അതൊന്നും നോക്കാം. ആക്ച്വലി ഇപ്പോഴത്തെ ഏറ്റവും ഇതിന്റെ ഫ്രണ്ട് ലുക്ക് തന്നെ ഒരു ബ്ലാക്ക് പാന്തർ ലുക്കാണ്. ഇതിന്റെ ഹെഡ്ലൈറ്റ്സ് ഓൺ ആക്കുമ്പോൾ നമുക്ക് വളരെ മാസീവ് ഫ്രണ്ട് ലുക്കാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ റാമിനൊക്കെ ആണെങ്കിൽ ഒരു ഫ്രണ്ട് കുറച്ച് കുനിഞ്ഞിരിക്കും, കുറച്ച് ഡൗൺ ആണ്. പിന്നെ റാപ്റ്റർ ഓൾറെഡി ഔട്ട് ആയി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. മീൻസ് ബിക്കോസ് 2013 ഓൺവേർഡ് സെയിം ഷേപ്പാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ ന്യൂ ഡിസൈൻ. ഇതിന്റെ ഷേപ്പ് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അറിയാം, വളരെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഷേപ്പ്. പിന്നെ ഫ്രണ്ടിന് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലൊരു ഹെവി മസ്കുലർ ഫീലിംഗ് ഇത് കൊടുക്കാൻ പറ്റുന്നു. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക്. കാരണം ഞങ്ങളുടെ സൈസിനെക്കാട്ടിൽ എന്തുമാത്രമാണ് വണ്ടി ഹൈറ്റിൽ നിൽക്കുന്നതെന്നുള്ളത്. ബോണറ്റ് സൈസ് ഭയങ്കര വലുതാണ്. അപ്പം അകത്തിരുന്ന് ഓടിക്കുമ്പോൾ ഓടിക്കുമ്പോൾ ആക്ച്വലി ഇപ്പൊ ന്യൂ ഡ്രൈവേഴ്സിനൊന്നും അത്ര ഓടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫ്രണ്ടിന് തീരെ വ്യൂ ഇല്ല. നമ്മൾ ഫ്രണ്ടിലൊക്കെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഈ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലൊക്കെ എന്തെങ്കിലും കിടന്നാൽ നമുക്ക് റൈറ്റ് സൈഡിൽ എന്തെങ്കിലും കിടന്നാൽ നമുക്ക് കാണാനേ പറ്റത്തില്ല. അപ്പം കുറച്ച് എക്സ്പീരിയൻസ് വേണം ഇങ്ങനത്തെ ഹൈ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ. അപ്പോൾ ഓൾറെഡി പെട്രോളും അതുപോലെ ഇല്ലെങ്കിൽ ഞാൻ അധികം 4 വീൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അധികം ഓക്കെയാണ്, പെട്ടെന്ന് യൂസ്ഡ് ആയി. ഇവിടെ വന്നിട്ട് എറണാകുളത്ത് നിന്നാണല്ലോ ഓടിച്ചോണ്ട് യാർഡിൽ വന്നിട്ടല്ലേ? ഓക്കെ. നമ്മൾ അപ്പം ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു. അപ്പം നമുക്ക് ഇനി അറിയേണ്ടത് SUVs ആണോ ഇതുപോലത്തെ ട്രക്സ് ആണോ യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ ഇഷ്ടപ്പെടാറുള്ളത്? മറ്റേ പെട്രോളും ലാൻഡ് ക്രൂസേഴ്സും ഒക്കെ യൂസ് ചെയ്യുമ്പം എന്താണ് വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യുന്നത്? ആക്ച്വലി റോഡ് ഡ്രൈവിനാണെങ്കിൽ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ലാൻഡ് ക്രൂസറോ നിസാൻ പെട്രോളോ ആയിരിക്കും. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു കംഫർട്ടും അത് ഓടിക്കാനുള്ള നമുക്ക് കട്ട് ചെയ്ത് സിപ്പ് ചെയ്തൊക്കെ ഓടിക്കാനൊക്കെ ഏറ്റവും രസം അങ്ങനത്തെ വണ്ടികളാണ്. പക്ഷേ നമ്മളൊരു ഓഫ് റോഡ് ലേക്ക് വരുമ്പോൾ, അതായത് ഇപ്പോൾ ലാൻഡ് ക്രൂസിനാണ് അതിൻ്റെ സ്കർട്ടിങ് കുറച്ച് ലോ ആണ്. നമ്മൾ എടുത്തേക്കുന്ന സിറ്റി ഡ്രൈവ് വണ്ടികളാണ് നമ്മുടെ ഇരിക്കുന്നതെല്ലാം. അപ്പോൾ അതിൻ്റെ സ്കർട്ടിങ് എല്ലാം ഉള്ളതുകൊണ്ട് അത് നമുക്ക് ഡെസേർട്ടിൽ എവിടെയെങ്കിലും ഇറക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് തട്ടും ഉറപ്പാണ്, 100% ആണ്. അതുകൊണ്ടാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്ത വണ്ടികൾ ഇപ്പോൾ ഡെസേർട്ടിലോ എവിടെയെങ്കിലും ഓഫ് റോഡിങ്ങോ അല്ലെങ്കിൽ മൗണ്ടൻ ക്ലൈമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്ന എപ്പോഴും ഇതായിരിക്കും. പിന്നെ കുറച്ച് ബാർബിക്യൂ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ ബാക്കിൽ സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ സാധനങ്ങൾ ലോഡ് ചെയ്യാനും അങ്ങനെ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ആയിട്ട്. അപ്പം റോഡ് പർപ്പസ് ആണ് കൂടുതലെങ്കിൽ മറ്റേതാണ് എടുക്കാറുള്ളത്. പിന്നെ അത് നമുക്ക് പാർക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണല്ലോ. ഇതിന്റെ ലെങ്ത് ഭയങ്കര ലെങ്ത് ഹൈ ആണ്, പ്രത്യേകിച്ച് ഇത് ചെറിയ പാർക്കിംഗ് കയറുന്നില്ല. പിന്നെ വൈഡ് ബോഡിയാണ്, കുറച്ചും കൂടെ വൈഡ് ആയിട്ട് 2 വണ്ടിയുടെ പാർക്കിംഗ് വേണ്ടി വരും. കുറച്ച് ഇതിന്റെ മിററെ കുറച്ച് തള്ളിയിരിക്കുന്നതുകൊണ്ടും പിന്നെ ഡോറ് ഭയങ്കര വൈഡാണ്, ഫ്രണ്ട് ഡോർ. ഇതിനൊരു ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നല്ല ഒരു സ്പേസ് വേണം ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ. ഭയങ്കര ഇത് ഈ വണ്ടിയുടെ വലുപ്പം വെച്ച് നോക്കുമ്പോൾ ചെറിയ ഡോറായിട്ട് തോന്നും, പക്ഷേ ഇതും വലിയ ഡോറാണ്. ആക്ച്വലി ഇത് ഹാഫ് ഡോർ എന്ന് പറയും. ഇത് റാപ്റ്ററിന്റെ അതേ സ്റ്റൈലിൽ ഇറക്കിയാണ്. റാപ്റ്ററാണ് ഈ ഹാഫ് ഡോർ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ അത് കുറച്ചൊരു കോമ്പാക്ട് ചെയ്യാൻ വേണ്ടി, ക്യാബിൻ കുറച്ച് കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഇതിന്റെ ബെഡും ഒരു മീഡിയാണ്, ഇത് ലോങ് ബെഡല്ല ഇതിന്റെ വന്നേക്കുന്നത്. അപ്പം നമുക്കൊരു ശരിക്കും ഒരു റാപ്റ്റർ ഒരു ചെറിയൊരു ഇൻസ്പയർ ചെയ്ത് ഉണ്ടാക്കിയാന്ന് തോന്നുന്നത്. അമേരിക്കൻ ആണല്ലോ. അപ്പൊ അവരുടെ ലേബേഴ്സ് ആണല്ലോ, അകത്തേന്ന് ഇൻസ്പയർ ചെയ്ത് വന്നതാണ്. കുറച്ചായുള്ളൂ ഈ ഹാഫ് ഡോർ വന്നിട്ട്. പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ ഭയങ്കര ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വണ്ടിയാണ്, അതുകൊണ്ടാണ് ഇതിലോട്ട് വന്നത്. എത്രയാണ് ഇതിന്റെ ഫ്യൂവൽ എഫിഷ്യൻസി ബാക്കി വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ? ഇത് എന്തുകൊണ്ട് ബെറ്റർ ആണ് എന്ന് പറഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. ഫ്യൂവൽ എഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ യൂഷ്വലി 4x4 ട്രക്സിനൊക്കെ ഒരു 3-4 കിലോമീറ്റർ ആണ് നോർമലി ഫ്യൂവൽ എഫിഷ്യൻറ്റ്. അതിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് സ്വിഫ്റ്റിന്റെ മൈലേജോ അതിന്റെ മൈലേജോ എന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഒരു എല്ലാ വണ്ടി റേഞ്ചേ ഉള്ളൂ, ഒരു 7 to 8 കിലോമീറ്റേഴ്സ് കിട്ടും. ഇതിന്റെ എൻജിൻ 2.7
ടർബോ ആണ്. ഫസ്റ്റ് ടൈം ടർബോ ആണെന്ന് തോന്നുന്നു. ട്വിൻ ടർബോ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു ട്രക്സിൽ അവർ വരുന്നത്, ഈ ഒരു എഞ്ചിൻ കോമ്പിനേഷൻ കൊണ്ടുവരുന്നത്. എന്ന് ഓർത്ത് അതിന് ഹൈ പവർ ആണ്, നല്ല ടോർക്ക്, നല്ല പവർഫുൾ, അറൌണ്ട് 300 bhp ഓളം പവർ വരുന്നത്, നല്ല പവർഫുള്ളും ആണ്, ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. അതാണ് ഇതിൻ്റെ ഒരു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വണ്ടി നാട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ എവറി മിനിറ്റിന് 1 ലിറ്റർ പെട്രോൾ, 2 കിലോമീറ്റർ ഉണ്ടെങ്കിൽ 1 ലിറ്റർ പെട്രോൾ വെച്ച് വേണ്ടി വരും. പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് വളരെ സ്ലോ സ്പീഡിലാണല്ലോ ഓടിക്കുന്നത്. ഇതിപ്പോ ഒരു 6-7 കിലോമീറ്റർ കിട്ടും. 7 കിലോമീറ്റർ ആവറേജ് നമുക്ക്. നാട്ടിൽ ഓടിക്കുമ്പോഴോ? നാട്ടിൽ ചെക്ക് ചെയ്തിട്ടില്ല, മേ ബി അത്ര അടുത്തുണ്ടാവുമായിരിക്കും. അടുത്തുണ്ടാവും. അതാണ് ഫ്യൂൽ എഫിഷ്യന്റ് എന്ന് പറയുന്നത്. അല്ലാതെ മൈലേജ് ഉള്ള വണ്ടി എന്ന് വിചാരിച്ച് വലിയ മൈലേജ് 10 above പോലും നമുക്ക് കിട്ടില്ല. കാരണം ഞങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന എല്ലാ വണ്ടികളും 4-5 ഒക്കെ ആണുള്ളത്. അതൊക്കെ V6 V8 ഒക്കെ അല്ലേ? അതെ, അതിനൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ഫ്യൂൽ. ഇതിപ്പം V4 ആണ്, 4 സിലിണ്ടർ ആണെന്ന് പറഞ്ഞ് ആ രീതിയിൽ കാണരുത്. കാരണം ഇത് പുതിയൊരു ടെക്നോളജി. ഇപ്പൊ ഈവൻ ലാൻഡ് ക്രൂസർ ആണെങ്കിൽ പോലും 6 സിലിണ്ടർ ആക്കി, V8 എല്ലാം അവർ സ്റ്റോപ്പ് ചെയ്ത് 6 സിലിണ്ടർ V6 ടർബോ. അപ്പൊ അതേ കോൺസെപ്റ്റ് ആണ് ഇവരും ചെയ്തേക്കുന്നത്. പുതിയൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതാണ്. അപ്പൊ അതനുസരിച്ച് പവറിലൊന്നും കോംപ്രമൈസ് ചെയ്യാതെ കുറച്ചുകൂടെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട്, അതൊക്കെയാണ്. നോയ്സ് ഇല്ല, സീറോ നോയ്സ് ആണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടി സ്റ്റാർട്ടിങ് ആണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. വളരെ നോയ്സ് ഫ്രീ. അതൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയോ? ആക്ച്വലി ചില സമയത്ത് ഓഫ് കോഴ്സ് ഇപ്പൊ ഒരു പവർ ഉള്ള വണ്ടിക്ക് ഒരു സൗണ്ട് കുറച്ചും കൂടെ ഒരു ഹരാണ് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ. അത് അതിന്റെ എക്സോസ്റ്റ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, ഇത് സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. എക്സോസ്റ്റ് മോഡിഫിക്കേഷൻ എല്ലാവരും ചെയ്യാറുണ്ട്, ലീഗലി തന്നെ ചെയ്യാറുണ്ട്. ചെറിയ സൗണ്ട് വരെ അവിടെ കുഴപ്പമില്ല, ചെറിയ ഡിസിബിൾ വരെ അവിടെ അലൗഡാണ്. ഒത്തിരി മെഗാ അവിടെ അലൗഡ്, ആളുകളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചെയ്യാത്തത്. ഓക്കെ. പിന്നെ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വണ്ടി കിട്ടിയതിന് ശേഷം ഇതിൽ ചെയ്തിട്ടുണ്ട്? ഇതിന്റെ സസ്പെൻഷൻ കണ്ടപ്പോഴേ നമ്മൾ ആക്ച്വലി 6 ഇഞ്ച് കിറ്റ് ഇതിൽ കയറ്റിയിട്ടുണ്ട്. ഓക്കെ, അത് ഒരു ബ്രാൻഡഡ് കിറ്റ് തന്നെയാണ് കയറ്റിയേക്കുന്നത്. പിന്നെ അതുകൊണ്ട് എല്ലാ കംപ്ലീറ്റ് കിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സസ്പെൻഷൻ വരും, ഫ്രണ്ടിലെ ലോവർ ആം, പിന്നെ സ്പ്രിങ് എല്ലാം കൂടെ ഒരു കിറ്റ്, അതിനാണ് കിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റി സ്റ്റോക്കലിൻ്റെ എല്ലാം ഊരി കളഞ്ഞു. പിന്നെ പുതിയ അലോയ്സ്, പിന്നെ അലോയ്സിൻ്റെ ബ്രാൻഡ് ഫ്യൂവലാണ്. ഫ്യൂവൽ എന്ന് പറഞ്ഞ അലോയ്സ്. ദെൻ നമ്മൾ അത്യാവശ്യം വൈഡ് ടയേഴ്സ് 315 ആണ് ടയർ സൈസ് ഒക്കെ വന്നിരിക്കുന്നത്. ടയർ സൈസ് ഇട്ടിട്ടുണ്ട്. 17 ഇഞ്ച് ഓൾ ടെറൈൻ ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ റോഡിലും ഡ്രൈവ് ചെയ്യാം, സെയിം ടൈം ഓഫ് റോഡും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ടയേഴ്സിന്റെ ഗ്രിപ്സ് ഒക്കെ അതനുസരിച്ചുള്ളതായതുകൊണ്ട് നമുക്ക് 2 പർപ്പസും മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ടയേഴ്സ് ആണ് ഇട്ടേക്കുന്നത്. അതെ, നല്ല ടയേഴ്സ് ആണ് വണ്ടിയുടെ ലുക്ക്. അതന്നെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പൊ പണ്ടത്തെ പോലെ സ്റ്റിക്കർ ഒട്ടിക്കോ അതൊന്നും അല്ലോ, വണ്ടി കുറച്ച് ലിഫ്റ്റ് ചെയ്ത് സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് വണ്ടി കംപ്ലീറ്റ്ലി നിർത്തിയേക്കുന്നത്. ഇത് മാത്രമേ നമ്മൾ ചേഞ്ച് ആക്കി. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് അതിന്റെ ഒരു വണ്ടി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി. അതെ, അതിന്റെ സ്റ്റെപ്പ് മാറ്റിയിട്ടുണ്ട്. നമ്മളെ ഫുഡ് സ്റ്റെപ്പ് നമ്മളൊരു ഓഫ് റോഡിങ് സ്റ്റെപ്പ്. അല്ലെങ്കിൽ ഇത് ഹിറ്റ് ആവും ഫ്ലാറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ. പ്രത്യേകിച്ച് വീൽ ബേസ് ഒക്കെ ഇത്രയും വരുന്നത് കൊണ്ട് എന്തായാലും അടിയൊക്കെ പറ്റാൻ ചാൻസ് ഇല്ല. സൈഡിലെ മറ്റേ സ്റ്റോക്ക് കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വീലിന്റെ പ്രൊജക്ഷൻ കിട്ടത്തില്ല പ്രോപ്പറായിട്ട്. അതാണ് മെയിൻ, അത് റിമൂവ് ചെയ്യാൻ. ഇത് കുറച്ചുകൂടെ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഇത് കവറെല്ലാം ബെഡിന്റെ കവറൊക്കെ കമ്പനി ബിൽറ്റിനാണ്. അതൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിരിക്കുമല്ലോ? അതെ, അത് എക്സ്ട്രാ ഫിറ്റിംഗ് തന്നെയാണ്, കമ്പനി ബിൽഡ് തന്നെ പ്രോഡക്റ്റ് ആണ്. അത് വണ്ടി ഇറങ്ങാൻ നേരത്തെ നമ്മൾ ചൂസ് ചെയ്തതാണോ? അത് അതിൽ വരുന്നുണ്ട്, ഇപ്പം ഇതൊക്കെ വരുന്നുണ്ട്, ഓൾറെഡി വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നല്ല സ്ട്രോങ്ങും. പിന്നെ അത് യൂഷ്വലി നമ്മൾ ഇപ്പോൾ ആഫ്റ്റർ മാർക്കറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പറന്നങ്ങ് പോകും. ഒട്ടും സ്ട്രോങ് ആയിരിക്കത്തില്ല. ഇത് വളരെ സ്ട്രോങ് ആണ് കമ്പനി ആയിട്ട്. അതിന്റെ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും അതൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അല്ലേ? അപ്പം നമ്മുടെ ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്തതിന് എത്ര ആയി കാണും? നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പറയാനൊക്കെ ഇല്ലെങ്കിലും ദുബായിൽ അതൊക്കെ വളരെ അഫോർഡബിൾ ആണ്. എനിക്ക് തോന്നുന്ന ഒരു 10-20,000 ദിർഹംസിനൊക്കെ അതെ, ആ റേഞ്ചിൽ നമുക്ക് എല്ലാ കിറ്റും കൂടെ ചെയ്യാം. കിറ്റ് പ്ലസ് ടയർ എല്ലാം ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 5 lakhs rupees എങ്കിലും അത്ര ആവുന്നുണ്ട് അല്ലേ? അവിടെ അത്യാവശ്യം ചീപ്പാണ് എന്ന് പറയുമെങ്കിലും അത്ര ആവുന്നുണ്ട്. അവിടെ ഇതൊക്കെ വളരെ ചീപ്പ് കിറ്റ്സ് ആണ്. അവിടെ 2-3 ഇരട്ടി, അതായത് ആൾക്കാർ 25 ലക്ഷവും 50 ലക്ഷം ഒക്കെ സ്പെൻഡ് ചെയ്യുന്നവർ. വണ്ടിയുടെ വില തന്നെ, വണ്ടിയുടെ അടുത്തുള്ള വില തന്നെ മോഡിഫിക്കേഷൻസ് സ്പെൻഡ് ചെയ്യാറുണ്ട്. കുറച്ചും കൂടെ ഹൈ പ്രൊഫഷണൽ ജമ്പ് ചെയ്യിക്കണവരൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ബേസിക്. ഇത് ചെയ്തിട്ട് തന്നെ ഇപ്പൊ നമ്മുടെ റോഡിൽ വന്നപ്പോൾ ഒരു KSRTC ഒക്കെ അതിന്റെ കൂടെ പാസ് ചെയ്തപ്പം വണ്ടിയുടെ അത്ര KSRTCയുടെ തന്നെ അത്ര ലെവലിലൊക്കെ വണ്ടി
അത്ര ഹൈറ്റ് അല്ല എങ്കിലും അതിന്റെ ഒരു ജയന്റ് ഫീല് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ റോഡിൽ കൂടെ പോകുമ്പോഴാണല്ലോ ഫീല് കിട്ടുന്നത്. അപ്പം അതൊക്കെയാണ് മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുള്ളത്, വേറൊന്നും എക്സ്ട്രാ ഇല്ല, ബാക്കി എല്ലാ സ്റ്റോക്ക് കണ്ടീഷൻ. ഓക്കെ ഓക്കെ. പിന്നെ ബാക്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ലോഗോ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ടീഷർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ഇദ്ദേഹം റീസെന്റ് നമ്മുടെ സെലിബ്രിറ്റി ലീഗിലെ സ്പോൺസർഷിപ്പ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടീമിനെ. ഇത് വേറെ ഇവിടെ ലോക്കൽ ക്രിക്കറ്റ് ക്ലബിന്റെ. ഓക്കെ ഓക്കെ. അതിന് വേറെ ഇത് സിമിലർ ജേഴ്സി ആണോ അത്? ഓക്കെ ഓക്കെ. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഓക്കെ, നമ്മളപ്പം ഇതിൻ്റെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുന്നു. ചെറിയൊരു ഡ്രൈവ് നമുക്ക് പോയിട്ട് വരാം. അപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വണ്ടിക്കകത്തിരുന്നുകൊണ്ട് തന്നെ സംസാരിക്കാം. ടേണിംഗ് റേഡിയസ് വിസിബിലിറ്റി നമ്മൾ പുറത്തു നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ എത്ര പ്രതീക്ഷിച്ചില്ല. നല്ലതായിട്ട് ഓടിച്ച് ശീലമുള്ളവർക്ക് ഇതൊന്ന് മാനുവർ ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നോർമൽ വലിയ റോഡ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും അല്ലേ? അതെ അതെ. ചെറിയ റോഡുകളിൽ കുറച്ച് ടഫ് തന്നെയാണ് ഇത് ഓടിക്കാൻ. നിർത്തിയിട്ട് തിരിക്കാനൊക്കെ അല്ലേ? തിരിക്കാനും യൂ ടേൺ എടുക്കാനൊക്കെ ഓക്കെ, സ്പേസ് വേണം. അന്നപ്പോ വന്ന സമയത്ത് കൊച്ചിന്ന് നമ്മൾ നേരെ ആക്ച്വലി അന്ന് ബൈ മിസ്റ്റേക്ക് നമ്മള് എം ജി റോഡിലേക്കാണ് എൻ്റർ ചെയ്തത്. അപ്പൊ തന്നെ അവിടെ ഒരു വലിയ ബ്ലോക്ക് സൃഷ്ടിച്ചിട്ടാണ് നമ്മൾ ഇത് എടുത്തോണ്ട് യൂട്ടേൺ എടുക്കാൻ കഴിയും. അത് ശരി. യൂട്ടേൺ എടുക്കാൻ ഈ എം ജി റോഡിലെ യൂട്ടേൺ അറിയാലോ, ചെറിയ റോഡല്ലേ. അപ്പൊ ഇതിന് കുറവാണ്. അപ്പൊ നമുക്കൊരു റിവേഴ്സ് ഒക്കെ എടുത്ത് 2-3 എടുത്തിട്ട് വേണം തിരിച്ചോട്ട് പോകാൻ. ഓക്കെ. അപ്പോൾ ആൾക്കാരുടെ ഭയങ്കര അല്ല, ആൾക്കാർ ആക്ച്വലി ഇത് വണ്ടി കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കിയിരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. പ്രത്യേകിച്ച് അധികം കണ്ട് പരിചയമില്ലാത്ത വണ്ടിയാണല്ലോ ആളുകൾക്ക് അല്ലേ? ഷെവർലെയുടെ വണ്ടി എനിക്ക് അങ്ങനെ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു കേരളത്തിൽ വരുന്നത്. ഓക്കെ. സിൽവറാഡോ ആദ്യം കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. നേരത്തെ വന്നിട്ടുണ്ടാവും, പക്ഷെ മേ ബി ലാസ്റ്റ് 3 yearsലൊന്നും ആരും കൊണ്ടുവന്നിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഏരിയയിൽ. മലപ്പുറത്തൊക്കെ ഇത് വളരെ കോമൺ ആണ്. അവിടെ കാർനെറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ വീട്ടിലും 2 വണ്ടിയൊക്കെ എപ്പോഴും അവിടെ ഉണ്ടാവും. സത്യം. ഓക്കെ. അപ്പം പക്ഷെ പിക്കപ്പ് അധികം ആൾക്കാർ ഇപ്പൊ ബോച്ച കൊണ്ടുവന്നിട്ടുണ്ട്. ബോച്ച ഇത് കഴിഞ്ഞിട്ടാണ് ബോച്ചയുടെ വണ്ടി വന്നത്. പിന്നെ അങ്ങനെ ഇപ്പൊ റീസെന്റ് ആരും പിന്നെ റെഡ് ഒരു ടുണ്ട്ര എറണാകുളത്തുണ്ടായിരുന്നു, അത് തിരിച്ചു പോയിരുന്നു. അതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡി. ഓക്കെ. അപ്പം ഇതല്ലാതെ അവിടെ ഉപയോഗിക്കുന്ന മറ്റു വാഹനങ്ങൾ ഏതൊക്കെയാണ് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള കാര്യം? LC 300 ഉണ്ട്. ഓക്കെ. പിന്നെ നിസാൻ പെട്രോൾ ഉണ്ട്. പിന്നെ റേഞ്ച് റോവർ ഓഗ് ഉണ്ട്. ഓക്കെ. പിന്നെ ഓഗ് ഉണ്ടല്ലേ? ഓഗ് ഉണ്ട്. പിന്നെ ഡിവോക്കും ഉണ്ട് എൻ്റെ കയ്യിൽ. ഓക്കെ. പിന്നെ ലക്സസ് ES ഉണ്ട്, ES 350. ഓക്കെ. അത് മാത്രമാണ് സെഡാൻ ഉള്ളത്? അത് ജസ്റ്റ് ഓഫീസിൽ നമ്മൾ ഇടയ്ക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. സെഡാൻ അത് ആക്ച്വലി എനിക്ക് എൻ്റെ ഫേവറേറ്റ് അല്ല. ഇത് ഉപയോഗിച്ച് ശീലിച്ച. ഇവിടെ നമുക്ക് BM ഉണ്ട്, ഫോർച്യൂണർ, പ്രാഡോ ഉണ്ട്. പ്രാഡോ എറണാകുളത്തുണ്ട് സർവീസിനകത്ത്. പ്രാഡോ V6 പെട്രോൾ ആണത്. അത് വേറെ റേഞ്ച് സാധനമാണ്. 4-5 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടിയാണ്. പോലീസ് നോക്കുന്നു നമ്മുടെ വണ്ടി പോയപ്പോ ഇതേത് വണ്ടി ആര് ഓൾട്രേഷൻ ചെയ്തിറക്കിയായിരുന്നു? അല്ല, അവര് ഇങ്ങനെ നമ്മളെ കണ്ടതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പോലീസ് ചെക്കിംഗ് ഒക്കെ വരുമ്പോ എങ്ങനെയാണ്? മീൻസ് ഇത് ആക്ച്വലി ഉദാഹരണം പോലീസുകാരാണ് നമ്മൾ ആദ്യം പിടിച്ച. അപ്പോൾ എവിടെ നമ്പർ പ്ലേറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ നമ്പർ പ്ലേറ്റ് നമ്മളെ ഇതിന് സ്പോട്ടി നമ്പർ പ്ലേറ്റ് വെച്ചേക്കുന്നത്, വളരെ ചെറിയ സൈസ്. ദുബായിൽ എക്സ്പെൻസീവ് ഒരു പ്ലേറ്റ് ആണ്. ലീഗലാണ് ഓഫ് കോഴ്സ്. നമുക്ക് അവിടെ ഇല്ലീഗൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എവറിത്തിങ് ഈസ് ലീഗൽ. വണ്ടി മോഡിഫിക്കേഷൻ ഓൾസോ അവിടെ ലീഗലാണ്, ഇവിടുത്തെ പോലെ അല്ലോ. അപ്പോൾ നമ്മുടെ വണ്ടി എല്ലാ വർഷവും അവർ എല്ലാ വണ്ടി ദുബായിലെ സംബന്ധിച്ച് എവറി ഇയർ അവരുടെ RTA ഒരു ടെസ്റ്റ് ഉണ്ട്, വണ്ടി പാസിംഗ് എന്ന് പറയും. നമ്മൾ ആ വണ്ടി പാസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ വണ്ടി റിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. എവറി ഇയർ, നോട്ട് ലൈക്ക് 15 year 20 year എന്നല്ല. എവറി ഇയർ മേക്ക് ഷുവർ ചെയ്യും വണ്ടി നമുക്ക് ഡ്രൈവിംഗ് കണ്ടീഷൻ ആണെന്ന്. ഗവൺമെന്റ് അത് അപ്രൂവ് ചെയ്യുന്ന അവരുടെ സ്ഥലത്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൈവറ്റ് അല്ല. അപ്പോൾ അവിടെ അവർ അപ്രൂവ് ചെയ്യുന്നതിന് ശേഷം ആ വണ്ടി ലീഗലാണ്. അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് ഇൻഷുറൻസ് പോലും കിട്ടുള്ളൂ. അത് ഫുള്ളി ഇൻഷുർഡ് വണ്ടിയായിരിക്കും. ഇവിടുത്തെ പോലെയല്ല 100%. ഇഫ് എനി ആക്സിഡന്റ് നമ്മൾ ഉണ്ടാക്കിയാലും അതർ സൈഡ് ഉണ്ടാക്കിയാലും നമ്മുടെ വണ്ടി ആ സിറ്റീസ് കണ്ടീഷനിൽ നമുക്ക് ₹1 മീൻസ് നമുക്ക് നമ്മുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ മേ ബി യു ഹാവ് ടു പേ സം മണി ലൈക്ക് ₹5,000 ₹10,000 ഡിപ്പെൻഡ് ഇൻഷുറൻസ്. ദിറംസ് ആണോ?
ഇത് റുപ്പീസിലെ ഓക്കെ ലൈക്ക് 500 dirhams മാക്സിമം. ഫൈൻ. അത്ര ലൈക്ക് 10,000 ലെസ് ദാൻ 10,000 ആണ് എനി വാല്യൂ വെഹിക്കിൾ. നമ്മുടെ വണ്ടി ആ സിറ്റീസ് നമുക്ക് റെഡിയാക്കി തരും. ബ്രാൻഡ് ന്യൂ വണ്ടിയാണെങ്കിൽ അത് ഗാരേജിൽ തന്നെ ആയിരിക്കും. ഐ മീൻ കമ്പനി ഷോറൂം ആയിരിക്കും ചെയ്യുന്നത് അവിടുത്തെ ഒരു ഇത് വെച്ചിട്ട്. അപ്പം എന്തെങ്കിലും പറ്റിയാൽ ഉടനെ ഇറങ്ങുക, പോലീസ് വരിക, പേപ്പർ വരിക, അവരൊരു ഗ്രീൻ ഓർ റെഡ്, ഏത് പേപ്പർ ആണെങ്കിലും. റെഡ് ആണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ മിസ്റ്റേക്ക് ആണ്, ഗ്രീൻ ആണെങ്കിൽ നമ്മുടെ മിസ്റ്റേക്ക് അല്ല. അതിന്റെ ഇത് എനിവേസ് നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. ആളോട് നമ്മുടെ വണ്ടി മെയിൻ്റെനൻസ് ചെയ്യാവുന്ന രീതിയിലുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് അതുപോലെ തിരിച്ചു തരും. അല്ലെങ്കിൽ 6 months വിത്തിൻ 6 months ആണെങ്കിൽ നമുക്ക് ബ്രാൻഡ് ന്യൂ വണ്ടി ആയിരിക്കും സപ്പോസ് ടോട്ടൽ ലോസ് ആയി കഴിഞ്ഞാൽ കിട്ടുന്നത്. തരാൻ സാധ്യതയുള്ള അതൊക്കെയാണ് അവിടുത്തെ ഇൻഷുറൻസിന്റെ ഒരു പ്രത്യേകത. ഇവിടുത്തെ ഗ്ലാസ് കിട്ടത്തില്ല, പ്ലാസ്റ്റിക്കിന്റെ പകുതി കിട്ടുള്ളൂ, അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല. തേർഡ് പാർട്ടി എടുക്കേണ്ടവർക്ക് അത് എടുക്കാം അല്ലേ? ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ടല്ലോ. അവിടെ തേർഡ് പാർട്ടി ഉണ്ട്. അല്ല, അത് മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ? തേർഡ് പാർട്ടി എടുക്കാം ഓഫ് കോഴ്സ്. മീൻസ് ഇവിടുത്തെ രീതിയിൽ തേർഡ് പാർട്ടി അവിടെ ഉണ്ട്, അത് മാത്രമായിട്ട് പറ്റും. പക്ഷെ അന്നേരം അത് പുതിയ വണ്ടികളൊന്നും ആരും അത് എടുക്കാറില്ല. ഇപ്പം അവിടെ പക്ഷെ വേറൊരു 10 വർഷം കഴിഞ്ഞ തേർഡ് പാർട്ടി മാത്രമേ കിട്ടുള്ളൂ. 10 വർഷം കഴിഞ്ഞ വണ്ടിക്ക് നമുക്ക് ഫുൾ കവർ കിട്ടത്തില്ല. ഫോർച്യൂണർ പോകുന്നു. ഞാൻ പറയാനുള്ളൊരു ഡയലോഗ് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ അത് പ്രശ്നമാകും. ഇതിൻ്റെ സൈസ് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പോയാലേ ശരിയാവത്തില്ല അത്. ഓക്കെ, അപ്പം അതൊക്കെയാണ്. പിന്നെ അവിടുത്തെ മറ്റു വണ്ടികളുടെ കൂടെ കണക്കുമ്പോൾ ഇതും വലിയൊരു ജയന്റ് ഫീല് ഇവിടെ തന്നെ അത്രയും ഫീൽ ചെയ്യില്ലല്ലോ. അവിടെ ഇതിപ്പം പിക്കപ്പ് ഒക്കെ കോമൺ ആണല്ലോ. അവിടുത്തെ റോഡ് സൈസും വണ്ടികളൊക്കെ വലുതായിട്ട് അത്യാവശ്യം. പക്ഷേ സ്റ്റിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്തേക്കണോണ്ട് നമുക്കൊരു മസ്കുലർ ഹെവി ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഓക്കെ. ഈ ആക്ച്വലി ഇതൊന്നും സ്റ്റോക്ക് കണ്ടീഷനിൽ ഒരു അത്ര ഭംഗിയില്ല ആക്ച്വലി ഒരു വണ്ടികളും. ഇങ്ങനത്തെ പിക്കപ്പുകളൊന്നും നമ്മൾ കുറച്ച് മോഡിഫൈ ചെയ്യാണ്ട് അതിന് നമ്മൾ കിട്ടുന്ന ഒരു കാണുന്ന ഒരു ഭംഗി കിട്ടാറില്ല. ഓക്കെ. അപ്പൊ ഈ ലിഫ്റ്റ് ചെയ്യുമ്പോഴും സസ്പെൻഷനിൽ അപ്ഗ്രേഡ്സ് ഒക്കെ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് പേപ്പർ ഒന്നും ആവശ്യമില്ല. അവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, മീൻസ് അത്ര ലീഗലി ഉള്ള ഇതിന്റെയൊക്കെ അവിടെ മേജർ ബിസിനസ് ആണ്. ദുബായിനെ സംബന്ധിച്ച് ലിഫ്റ്റിങ്, അപ്സൈസിങ് ഒക്കെ എവറി പേഴ്സൺ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് പോലീസുകാരുടെ വണ്ടിയായിരിക്കും ചിലപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കിടക്കുന്നത്. അത് ശരി. ലോക്കൽസ് ആണ് ഏറ്റവും ഇതിന്റെ ഒരു മെയിൻ കസ്റ്റമേഴ്സ് തന്നെ ലോക്കൽസ്. അപ്പൊ ലോക്കൽസ് എന്ന് അറിയാലോ, അവരുടെ ദുബായിലെ ലോക്കൽ സിറ്റിസൺസ് അവർ ഏറ്റവും കൂടുതൽ പോലീസുകാരും മിലിറ്ററിയൊക്കെയാണ്. 50% ആൾക്കാർ. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന അത്രയും കാലം ഇതിനൊന്നും അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അറബ്സ് ആണ് നമ്മളെ കഴിഞ്ഞും ഭയങ്കര വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന്റെ ഒരു 200 ഇരട്ടി അവർ സ്പെൻഡ് ചെയ്യാൻ അവർ റെഡിയാണ് എല്ലാ കാര്യത്തിലും. അവരൊക്കെ ടയറൊക്കെ ഒരു 15,000 20,000 ചിലപ്പോൾ അവർ റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ മെയിൻ്റെനൻസ് ആണ്. പെർഫെക്റ്റ്. ഒരു ഡസ്റ്റ് പോലും ഇല്ലാതെ ആയിരിക്കും ഒരു ഡെയിലി വണ്ടി അവർ അതിൽ സ്പെൻഡ് ചെയ്യാനുള്ള. അവരെത്ര വേണം സ്പെൻഡ് ചെയ്യും അല്ലേ? അതെ. അവർ വണ്ടി അവരുടെ ഒരു ഭയങ്കര ക്രേസാണ്. ഏറ്റവും കൂടുതൽ ഡെസേർട്ടിൽ പോകുന്ന അവരാണല്ലോ. അവരും ലൈഫ് തന്നെ ഡെസേർട്ടിലാണ്. വീക്കെൻഡിൽ ഒരു 2 days ഒക്കെ അവർ ഡെസേർട്ടിൽ ആയിരിക്കും ഈ വിന്ററിലൊക്കെ. ഓക്കെ. പിന്നെ ഇതിന്റെ സർവീസസ് നാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇപ്പൊ അമേരിക്കൻ വണ്ടിയാണ്, ഇവിടെ ഒന്നും പ്രതീക്ഷിക്കണ്ട. ആരെങ്കിലും ദുബായ് വന്നിട്ടുണ്ടോന്ന് അന്വേഷിച്ച് പോയിട്ട് അയാളോട് ചോദിക്കേണ്ടി വരും. അങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ? അതെ. ഓക്കെ. കാരണം ഇവിടെ ആരും എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു വണ്ടിയാണല്ലോ. ഇതിന്റെ ഈ വണ്ടി കാണാത്തവർ ഇപ്പൊ അതില് സർവീസ് ചെയ്യാൻ പാടായിരിക്കുമല്ലോ. ഓക്കെ. ഇപ്പം പ്രീമിയം കാർസിന്റെ ഒക്കെ സർവീസസ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ കാണുമായിരിക്കും. സപ്പോസ് മലപ്പുറം അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ റിട്ടേൺ ആവുന്നുണ്ടോ. ഗൾഫ് റിട്ടേൺ മെക്കാനിക്സിന് ആവുന്നുള്ളൂ. GMC ഒന്നും പുതിയതല്ലോ, ലോങ് ടൈം ആയിട്ടുള്ള വണ്ടികളായിട്ടുള്ളതുകൊണ്ട് അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റും. മെയിൻലി ഇതിന്റെ സ്കാനറും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇത് ലേറ്റസ്റ്റ് സ്കാനറിലായിരിക്കും ഇതിന്റെ എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഇപ്പം എഞ്ചിൻ ചെക്ക് ലൈറ്റ് വന്നിട്ടുണ്ടോ? മീൻസ് ആക്ച്വലി ഒരു ABSന്റെ ലൈറ്റ് വന്നായിരുന്നു. നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിക്കാണ്ട് കിടന്നപ്പോൾ, യൂസ് ചെയ്യാതെ കിടന്നപ്പോൾ. ഓക്കെ. അതൊന്ന് റീസെറ്റ് ചെയ്യാൻ. ഓക്കെ. പിന്നെ ഫ്യൂവൽ അടിക്കുന്നതിന്റെ കാര്യം, നമ്മുടെ നാട്ടിലെ ഫ്യൂവൽ ഇത്തരം വണ്ടികൾ കൊണ്ടുവരുമ്പോൾ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? അതോ ഏതെങ്കിലും സ്പെസിഫൈഡ്? നമ്മൾ ടോപ്പ് ഫ്യൂവൽ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. പ്രീമിയം പെട്രോൾ ആണ്. അപ്പൊ അത് ഇവിടുത്തെ ക്വാളിറ്റി എത്രയുണ്ടെന്നോ നമുക്ക് അറിയത്തില്ല. ഓടിക്കുമ്പോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. HP 95 ഒക്കെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിന് പ്രശ്നം ഉണ്ടാവാൻ വഴിയില്ല. നമ്മൾ ചെയ്ത GTTയും
അങ്ങനത്തെ പ്രീമിയം ഫ്യൂവൽസ് അടിക്കുന്ന അങ്ങനെ അടിക്കാറുള്ളൂ. ഇപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വണ്ടികളൊക്കെ, പിന്നെ സൂപ്പർ ബൈക്സും സൂപ്പർ കാർസും എല്ലാം അത്രയും അടിക്കാറുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. മൈലേജിൻ്റെ കാര്യമൊക്കെ നമ്മൾ മുമ്പേ സംസാരിച്ചിരുന്നു. അപ്പം അത്രയും മൈലേജ് കിട്ടുന്നത് ആളുകൾ കേൾക്കുമ്പോൾ ഇത്രയും കൂടുതലാണോ എന്ന് വിചാരിക്കുകയുള്ളൂ. ഇത് ഒരു ഫുൾ ടാങ്ക് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും ടോട്ടൽ? ഇതിന്റെ ഫുൾ ടാങ്ക് ഐ തിങ്ക് 100 liters ആണ്. ഓക്കെ, 100 liters ഇട്ട് കഴിഞ്ഞാൽ 600 കിലോമീറ്റർ നമുക്കൊരു 700+ കിട്ടും ഓടിക്കാം. ഓക്കെ, പിന്നെ എന്തൊക്കെ സ്ട്രഗിൾസ് ആണ് ഈ ഒരു വണ്ടി കൊണ്ടുവരാൻ നേരത്തെ സംഭവിച്ചത്, അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ട് നാട്ടിൽ ഉപയോഗിക്കാൻ നേരിട്ട ബുദ്ധിമുട്ടുകൾ, അതൊക്കെ എന്തൊക്കെയാണ്? സ്ട്രഗിൾസ് മീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും നെഗറ്റീവ്സ്? നെഗറ്റീവ്സ് ഒന്ന് രണ്ട് നെഗറ്റീവ്സ് ഉണ്ട്, അതിപ്പോ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, കുഴപ്പമില്ല. അത് നമ്മളൊരു ചാനലിലൊക്കെ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമില്ല. ഓക്കെ. അല്ലാതെ വണ്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പോരായ്മകൾ അവിടെ യൂസ് ചെയ്യുമ്പോഴോ ഇവിടെ നമുക്ക് ഇത് നമ്മളിവിടെ നമ്മൾക്ക് ഹൈ സ്പീഡിലൊന്നും ഓടിക്കാൻ പറ്റുന്ന റോഡൊന്നും അല്ല ഇവിടെ ഉള്ളത്. ഇത് റെഗുലർ രസമാണ് ഇത് ഓടിച്ചോണ്ട് നടക്കാം. പിന്നെ വളരെ സൂക്ഷിച്ച് ഓടിക്കണം, കാരണം എൻ്റെ സൈസ് ഓവർ സൈസ് ആയതുകൊണ്ട് നമ്മൾ ക്രൗഡിലൊക്കെ പോകുമ്പോഴേ പിന്നെ ഇതിന്റെ വ്യൂവും കുറച്ച് ഫ്രണ്ടിൽ ടഫാണ്. അപ്പം നമ്മൾ സിറ്റീസിലൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ ഇവിടെ ക്രോസ് ചെയ്യുന്നതൊക്കെ വെറുതെ എടുത്തിടൊക്കെ ചെയ്യലോ, അപ്പം നമുക്ക് ഓടിക്കണം എന്നുള്ള മാത്രമാണ് പറയാനുള്ളത്. വളരെ കെയർഫുൾ ആയിരിക്കണം വണ്ടി ഓടിക്കണം. ഇങ്ങനെ ഓടിച്ച് പോകുമ്പോൾ വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. നിർത്തി ഇട്ടിട്ട് വണ്ടി തിരിക്കാനോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ സൈഡൊക്കെ അതെ. നമ്മള് ഇവിടെ എറണാകുളത്ത് പോയപ്പോ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആൾക്കാർ ബൈക്ക് കൊണ്ട് വെച്ചിട്ട് പോയി. കാണത്തില്ലല്ലേ അതൊന്ന് അതിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എടുക്കാൻ പറ്റുമോ എന്ന് പോലും ആരും ശ്രദ്ധിക്കാണ്ടാണ് ഇവിടത്തേക്ക് ഒരു പാർക്കിങ്ങേ. നമ്മള് വണ്ടി പാർക്ക് ചെയ്തു, ഇമ്മീഡിയറ്റ് അത് ബ്ലോക്ക് ചെയ്ത് അടുത്ത ആള് ഓക്കെ ഈ വണ്ടി എടുക്കാനുള്ളതാണ് എന്നുള്ള നോക്കത്തില്ല. അങ്ങനത്തെ ഒന്നും ഒരു ഇതില്ലാതെയാണല്ലോ. ഓക്കെ, എനിക്ക് സ്ഥലം കിട്ടി, ഞാൻ വെക്കുന്നു അല്ലേ? അതെ, ഓക്കെ. നമ്മൾ അവിടെയൊക്കെ നമുക്ക് ഡെഡിക്കേറ്റഡ് പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രോബ്ലം. അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. എങ്കിലും സ്ഥലം ഉള്ളെങ്കിലും ആളുകൾ അത് മൈൻഡ് ചെയ്യാറില്ല. വേറൊരാളുടെ അങ്ങനെയൊന്നും അവിടെ യാതൊരു കൺസിഡറേഷനോ ഒരു കോമൺ ആയിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊന്നും ഇവിടെ ആരും ഫോളോ ചെയ്യാറില്ല. ഓക്കെ, നമ്മൾ അവിടെ നിന്നൊക്കെ വരും, വിദേശത്തൊക്കെ കുറച്ചാൾ നിന്ന് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു പ്രാധാന്യവും അതിൻ്റെ നമ്മൾ മാത്രമല്ല അതേഴ്സും നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം ഉള്ളൊരു കോൺസെപ്റ്റ് ഒന്നും ഇവിടെ ആർക്കില്ല. എന്തുമാത്രം കെയർലെസ് ആയിട്ടാണ് നാട്ടിൽ ഉപയോഗിക്കുന്നതെന്നൊരു ഫീൽ വരും. പാർക്കിംഗ് ഇല്ല ഇവിടെ, ഡെഡിക്കേറ്റഡ് പാർക്കിംഗ് ഇല്ലല്ലോ. കൊച്ചി പോയ പോലും നമുക്ക് കൊച്ചി പോയപ്പോൾ ഭയങ്കര ടഫായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പാർക്ക് ചെയ്യാൻ. വളരെ ഡിഫിക്കൽട്ടാണ്. ഓക്കെ, എം ജി റോഡൊക്കെ കയറിയാൽ പെട്ടു. അല്ല പാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും പാരൽ പാർക്കിംഗ് ഇടാൻ പറ്റുള്ളൂ. ചെരിച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ പകുതി റോഡിലായിരിക്കും. അതായത് ഒരു വണ്ടിയുടെ സൈസോളം വെളിയിൽ കിടക്കും. അതെ, ഇതിന്റെ കുറച്ച് ഭാഗം മാത്രമേ കയറുള്ളൂ. പിന്നെ ഇത് നല്ല ടോപ്പ് സ്പീഡ് കയറാൻ പറ്റിയ വാഹനമാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും അവിടെ യൂസ് ചെയ്ത ടോപ്പ് സ്പീഡ് എത്രയാണ് ദുബൈയിൽ? ക്യാമറ ഓഫ് ചെയ്യണം പറയാം. അവിടെ അല്ലേ കുഴപ്പമില്ല, ഇത് അവിടുത്തെ പോലീസ് കാണില്ല. പോലീസ് കാണേണ്ട ആവശ്യമില്ല, ക്യാമറ വെച്ചേക്കണോണ്ട് ഒരു നമുക്ക് അതിന്റെ ബില്ല് അയച്ചു തരുള്ളൂ. എത്ര ടോപ്പ് സ്പീഡിൽ വേണമെങ്കിലും ഓടിക്കാം, അതിൻ്റെതനുസരിച്ച് ഉള്ള ബില്ലുകൾ നമുക്ക് വരും. ക്യാമറ റഡാർ അടിച്ചിട്ട്. ഓക്കെ, റഡാർ ഒരു സാധാരണ സാധനമാണ് അവിടെ എല്ലാവർക്കും കോമൺ ആയിട്ട് കിട്ടാറുള്ളതാണ്. മേലേക്ക് ഓടിച്ചിട്ടുണ്ട്. ഓക്കെ, പറയുന്നുള്ളൂ കിലോമീറ്റർ പെർ അവർ അല്ലേ? അല്ല, അത്ര പറയുന്നുള്ളൂ. അത്രേ പറയുന്നുള്ളൂ. അതെ പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, നമ്മൾ വീണ്ടും ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്തു. അപ്പം ഇവിടെ കുറച്ച് പച്ചപ്പൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഫീൽ ചെയ്തു, അതുകൊണ്ട് നമുക്ക് ഇവിടെ കുറച്ച് സംസാരിക്കാം അല്ലേ? അപ്പം ഇതുപോലത്തെ ഒരു ട്രക്ക് കൾച്ചറൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് പറയാനുള്ളത്? ആക്ച്വലി ഡെഫിനറ്റ്ലി അതിന്റെ ഒരു ടൈം ആയിട്ടുണ്ട്. ആക്ച്വലി വിദേശത്ത് നിന്നൊക്കെ വരുന്ന എല്ലാവരും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഹൈലക്സ് ഇറങ്ങിയിട്ടുണ്ട്, ഇസുസു ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഹൈലക്സ് ഒക്കെ അത്യാവശ്യം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ്. അതല്ല ലോങ് വേറെ ഒരു ഇഷ്യൂ ഇല്ലാത്തൊരു വണ്ടിയാണ്. ഭയങ്കര ഡ്യൂറബിൾ ആണ്, 100% ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കാം. ടൊയോട്ട തന്നെ ആയതുകൊണ്ട് അല്ലേ? അതൊരു മൾട്ടി പർപ്പസ് വെഹിക്കിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ ഒരു ആവശ്യകത ഉണ്ട്. നമുക്കിപ്പോൾ അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു കാർഗോ ഷിഫ്റ്റ് ചെയ്യണം, അപ്പോൾ എയർപോർട്ടിൽ നിന്ന് അത്യാവശ്യം ലഗേജ് ഉണ്ടെങ്കിലും അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പിന്നെ ഒരു ഔട്ടിങ്ങിന് പോകാനും ഈവൻ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു ഹെവി പർച്ചേസ് ചെയ്യാൻ പോലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓൺ ഇപ്പോൾ യൂറോപ്പിലൊക്കെ, കാരണം അവിടെ ഇങ്ങനെ ട്രക്സിലൊന്നും ആരും ടാക്സിയിലൊന്നും അല്ല ഒരു സാധനം പർച്ചേസ് ചെയ്തിട്ട് വരുന്നത്. അവർ സ്വന്തമായിട്ട് ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്ത് നമ്മളെ വണ്ടിയിൽ തന്നെ ഇട്ടിട്ട്, ഈവൻ ഗൾഫിലാണല്ലോ അറബികളൊക്കെ വന്നിട്ട് ഷോപ്പിൽ വന്നിട്ട് ബൾക്ക് പർച്ചേസിന് അവർ ഈ ട്രക്ക് യൂസ് ചെയ്യും. അവർ ബോട്ട് വലിക്കാനും ഇങ്ങനത്തെ മെറ്റീരിയൽ ഷിഫ്റ്റ് ചെയ്യാനൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു യൂസ്. ഓക്കെ,
വേറൊരു വണ്ടിയും കാണും എന്തായാലും. ഒരു വണ്ടിയല്ല, പല വണ്ടികളും. ഇത് അവരുടെ ഒരു ഇങ്ങനത്തെ മൾട്ടിപർപ്പസ് യൂസിന് വേണ്ടിയുള്ള ഒരു വണ്ടിയാണ്. ഫാമിലി ആയിട്ട് പുറത്ത് ജോബിനൊക്കെ പോകുമ്പോൾ ആരും ഒക്കെ പോയിട്ടൊന്നും പോകല്ല. ഇതിൽ എങ്ങനെയുണ്ട് ഫാമിലി ബാക്ക് സീറ്റിലെ കംഫർട്ട് എങ്ങനെയുണ്ട്? ഫാമിലി ആയിട്ട് ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? കുഴപ്പമില്ല. അത് നമുക്ക് അഡ്ജസ്റ്റബിൾ സീറ്റ് അല്ല, ഒരു സ്റ്റഡി ആയിട്ട് കുറച്ച് 90 ഡിഗ്രി ഇരിക്കേണ്ടി വരും എന്നുള്ളൊരു ഇതേ ഉള്ളൂ. ലെഗ് സ്പേസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സ്പേസ് ആവശ്യത്തിനുണ്ട്. ഫാമിലി ആയിട്ട് അതിൽ ബാക്കിൽ ആളിരിക്കുക കുഴപ്പമൊന്നുമില്ല. സ്പേസ് ഉണ്ടല്ലോ. സ്പേസ് ഉണ്ട്. AC ഒക്കെ നല്ല പവർഫുൾ AC ആണ്. ഓക്കെ. പിന്നെ സർവീസസ് ഒക്കെ അവിടെയൊക്കെ? സർവീസ് ആക്ച്വലി ഇതിപ്പോൾ വളരെ അധികം ഓടിയിട്ടില്ല. ലെസ് ദാൻ 10,000 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മളൊരു 1-2 തവണ സർവീസ് ചെയ്തിട്ടുള്ളൂ. അതെല്ലാം കമ്പനി പാക്കേജിൽ വരുന്നതുകൊണ്ട് നമുക്ക് അഡീഷണൽ കോസ്റ്റ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, പുതിയ വണ്ടി ആയതുകൊണ്ട് പാക്കേജിലെല്ലാം ഉൾപ്പെടും. ഓക്കെ, അപ്പം ഇനിയും ഒരു വാഹനം സ്വന്തമാക്കണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതിലോട്ട് പോകാനാണ് ആഗ്രഹം? നെക്സ്റ്റ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാത്ത 2 വണ്ടികളാണ്. ഒന്ന് മെർസിഡസിന്റെ G. ഓക്കെ, അതാണ് നെക്സ്റ്റ്. GLS ആണോ? ഏതായിരിക്കും? G600 അവിടുത്തെ 600. ഓക്കെ, ഫോമാറ്റിക്. ഓക്കെ. പിന്നെ ലംബോർഗിനി ഒരെണ്ണം കൈവെക്കണമെന്നുണ്ട്. ഓക്കെ, താല്പര്യം. ഇതൊക്കെ 2 നെക്സ്റ്റ് ആഗ്രഹങ്ങൾ. ഓക്കെ. റോൾസ് റോയ്സ് മേ ബി. ബെന്റ്ലി ഉണ്ടായിരുന്നു. ബെന്റ്ലി ഉണ്ടായിരുന്നോ? ബെന്റ്ലി ഉണ്ടായിരുന്നു. ഓക്കെ. യൂസ് ചെയ്തുകൊണ്ടിരുന്നത് V12 പെട്രോൾ. V12. ഓക്കെ. ഫ്ലൈയിങ് ആണ്. ഫ്ലൈയിങ് സ്പർ തന്നെയാണ് അത് പറയുന്നത്. ഫ്ലൈയിങ് സ്പർ തന്നെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ? ഓഫ് കോഴ്സ് ഓടിക്കാൻ അത്ര ഇത് ഉള്ളതല്ല. കാരണം വെച്ചാൽ ലോങ് വീൽ ബേസ് ആണ്. അതുകൊണ്ട് നമുക്ക് പേഴ്സണലി ഓടിച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും നടക്കാൻ അത്ര കൺവീനിയന്റ് അല്ല. പക്ഷെ ഇടയ്ക്കൊക്കെ ഓടിക്കാമെന്നുള്ളൂ. ഡ്രൈവ്സിനായിട്ട് എടുക്കും. ലക്ഷറി നമുക്ക് ബാക്ക് സീറ്റിൽ ഇരുന്ന് പോകുന്ന വണ്ടിയാണല്ലോ. നമ്മൾ പേഴ്സണലി ഓടിച്ചോണ്ട് നടക്കുമ്പോൾ ഭയങ്കര റിസ്ക് ആണ്. അതും പാർക്ക് ചെയ്യാനും എക്സ്പെൻസീവ് ഒക്കെ ഉണ്ട്. അപ്പം ഡ്രൈവിങ്ങിന് ഒരാളെ വെച്ചിട്ട് നമ്മൾ ബാക്കിൽ ഇരുന്ന് നമുക്ക് ഡ്രൈവിംഗ് അത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയല്ല ഇതൊന്നും. ഓക്കെ. കാരണം വെച്ചാൽ അതിന്റെ പാർക്ക് ചെയ്യാൻ കൺവീനിയന്റ് അല്ല. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അതിനുണ്ട്. ഡ്രൈവിങ്ങിന് കൺവീനിയന്റ് ആയ വണ്ടി നാട്ടിൽ തന്നെ ഉണ്ടല്ലോ. BM വീട്ടിൽ ഒരെണ്ണം കിടക്കുന്നു. പ്രാഡോ V6 കിടക്കുന്നു. പ്രാഡോ ആണ് ഞാൻ എപ്പോഴും അധികം യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ. നാട്ടിൽ എടുക്കണമെന്ന് ആഗ്രഹമുള്ള വണ്ടി ഏത് തോന്നിട്ടുണ്ട്? നാട്ടില് ലാൻഡ് ക്രൂസർ എടുക്കണമെന്ന് ആഗ്രഹമുള്ളത്. ഓക്കെ. ഇവിടെ ലാൻഡ് ക്രൂസർ എടുക്കണമെന്നാണ്. ഇവിടുത്തെ പ്രൈസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ 2CR ഒക്കെ അഫോർഡബിൾ, തീരെ അഫോർഡബിൾ അല്ല. നമുക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് അല്ല. ഭയങ്കര ടാക്സ് അല്ലേ ഇവിടെ വരുന്നത്? അതിന്റെ ബുദ്ധിമുട്ടുകൾ. സെയിം വണ്ടിയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് പോലും ഇവിടെ അത് ഒട്ടും അഫോർഡബിൾ അല്ല. ഓക്കെ. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമുക്ക് സിൽവറാഡോ, ഷെവർലെ സിൽവറാഡോയെ പറ്റി സംസാരിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. താങ്ക് യു സോ മച്ച്. അപ്പം ഇതുപോലുള്ള ഇമ്പോർട്ടഡ് കാർസിൻ്റെ ഒക്കെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ യൂസർ എക്സ്പീരിയൻസസ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിലെ പുതിയ കാർസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം നമ്മൾ പുതിയ വെറൈറ്റി കണ്ടൻസ് ആയിട്ട് നമ്മൾ നമ്മുടെ ചാനൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.